മാന്യ സഹോദരങ്ങളെ, അകലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മതസൗഹാർദ്ദത്തിനും സ്ത്രീകളുടെ വളർച്ചയ്ക്കും പുരുഷന്മാരുടെ വളർച്ചയ്ക്കും ആഭാലവർദ്ധനങ്ങളുടെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ മാർഗങ്ങളും നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ഹബീബിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ മാതൃകയിലേക്ക് നാം എല്ലാവരും അടുക്കണം, വരണം എന്ന് ഓർമ്മപ്പെടുത്തി. കൂട്ടത്തിൽ حب النبي على الإنسان مفترض وحب أصحابه نور ببرهان. حب النبي على الإنسان مفترض وحب أصحابه نور ببرهان. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കൽ അത് ഫർളാണ്. അസ്ഹാബിനെ പ്രിയം വെക്കൽ അതും ഫർളാണ്. നമ്മുടെ ഈമാനിന്റെ പ്രകാശമാണ്. അകലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുക ആ ഹുബ്ബാണ് അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ നിദാനമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സലാത്ത് നിർവഹിക്കുന്നത്. സാന്ദർഭികമായി ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയമില്ലാത്തവർ, ഇസ്ലാമിനെ പഠിക്കാത്തവർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടാത്തവർ പറഞ്ഞു നടക്കുകയാണ്, നബി തങ്ങളെ മദ്ഹ് പറയണമോ? നബി തങ്ങളെ മദ്ഹ് പറയാൻ മൗലിദ് നടത്താൻ, മീലാദ് നടത്താൻ ഒരുമിച്ച് കൂടുന്നതിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ചില വിവരദോഷികൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നിർബന്ധമായ വസ്തുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കൽ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചു, ഫബിദാലിക ഫല്യഫ്റഹൂ. നബി തങ്ങൾ ഇവിടെ വന്നതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം. നബി തങ്ങൾ മദ്ഹ് പറയണം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി. തീർച്ചയായും അല്ലാഹു തആലയും അവന്റെ മലക്കുകളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി, നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കുക, വസല്ലിമൂ, നിങ്ങൾ സലാം നിർവഹിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. സഹീഹുൽ ബുഖാരി നിങ്ങൾ നോക്കൂ. അസ്സലാത്തു മിനല്ലാഹി അസ്സനാഉ വൽ മദ്ഹു. അല്ലാഹു തആല സ്വലാത്ത് ചെയ്യുന്നു എന്നാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ഹബീബിനെ പ്രശംസിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങളും ഞാനും മദ്ഹ് പറയൽ നിർബന്ധമാണ്, പ്രശംസിക്കൽ നിർബന്ധമാണ്, റസൂലുള്ളാഹിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കൽ നിർബന്ധമാണ്. ഈ പരിചയപ്പെടുത്തലില്ലാതെ മറച്ചുവെക്കുന്നവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ് ആയത്ത് നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. കണ്ടോ, റസൂലുള്ളാഹിനെ മദ്ഹ് പറയൽ ഏറിപ്പോകുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇമാം ബൂസൈരി തങ്ങൾ പറഞ്ഞു, മുൻസുബ് ഇലാ ഖദ്രിഹി മാശിയത മിൻ ശറഫി മാശിയത മിൻ ഇൽമി.
റസൂലുള്ളാഹിന്റെ ഖദറിലേക്ക് നീ ഉദ്ദേശിച്ചതൊക്കെ നീ ചേർത്തിക്കോ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് യഹൂദി അല്ലെങ്കിൽ നസാറാക്കൾ പറഞ്ഞു ഇലാഹാണ്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. നസാറാക്കൾ വിഭാഗം ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് നിങ്ങൾ പറയണ്ട, നിങ്ങൾ റസൂലുള്ളാഹിനെ അല്ലാഹുവിന്റെ അബ്ദാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് അവിടുന്ന് പറഞ്ഞു വഅഹ്സന മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി كأنك قد خلقت كما تشاء. ഓ ഹബീബായ നബിയേ, അങ്ങയെപ്പോലെ ഇൽമുള്ളവരില്ല, അങ്ങയെപ്പോലെ അറിവുള്ളവരില്ല, അങ്ങയെപ്പോലെ ധർമ്മിഷ്ഠന്മാരില്ല, അങ്ങയെപ്പോലെ ധീരനില്ല, അങ്ങയെപ്പോലെ സൽസ്വഭാവിയില്ല എന്നല്ല ഒരു മനുഷ്യനിലുണ്ടാകാവുന്ന എല്ലാ സൽഗുണങ്ങളും പരിപൂർണമായി ഒരുമിച്ച് കൂടിയ ആളാണ് നബിയെ തങ്ങൾ. അഅലമുക്കും ബില്ലാഹി വഅഖ്സാകും വഅത്ഖാകും അനാ. അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നവൻ ഞാനാണ്, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ ഞാനാണ്, അല്ലാഹുവിന് തഖ്വ ചെയ്യുന്നവൻ ഞാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കുക, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുക, റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കുക, പ്രശംസിക്കുക. ഇത്രമാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.